പ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ് ഞാനിന്ന് തുടങ്ങുന്നത്. നെഞ്ചത്ത് കൈകൾ കെട്ടുന്ന കാലം, മൗലൂദ് റാത്തീബ് തീരെയില്ല, കുനൂത്ത് എങ്ങുമേ കേൾക്കാനില്ല, തറാവീഹ് 8 റക്അത്ത് മാത്രം. അതായത് ഒരു സമ്പൂർണ്ണ സലഫി സാമൂഹ്യ വ്യവസ്ഥ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ കവി വിവരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ എത്തുമ്പോൾ സുന്നികളെ സംബന്ധിച്ചിടത്തോളം വളരെ കരാളമായ ഒരവസ്ഥയായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ വളരെ ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്, ആശയപരമായി പ്രതിരോധം തീർക്കുക എന്നുള്ളത്, പുതുമയുള്ളതും വൈവിധ്യമാർന്നതുമായ കർമ്മ പദ്ധതികൾ അത്തരമൊരു പ്രതിരോധം തീർക്കുന്നതിന് ആവിഷ്കരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് എന്ന് തോന്നുന്നു ഈ കഴിഞ്ഞ മെയ് 14-ാം തീയതിയിലെ പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വായിക്കാനിടയായി. ലോകം തിരുപ്പിറവിയുടെ 1500ാമത് ആത്മീയ ആഘോഷങ്ങളിലേക്ക് എന്നാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ അൽഹംദുലില്ലാഹ് 1500ാമത് മീലാദുൻ നബിയാണ്, നബിദിനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് ആസന്നമാകുന്നത് എന്നുള്ളത് പ്രത്യേകം പരിഗണന കൊടുത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിൻ്റെ ആഘോഷ പരിപാടികൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് ആ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനുള്ള കാൽവെപ്പുകൾ നടത്തി ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് ജമിയത്തുൽ ഉലമയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ബഹളമയമായ പൂരപ്പറമ്പിൽ ഒരു ചെറിയ പെട്ടിക്കടയിട്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. വളരെ ലാളിത്യമാർന്ന ജീവിതം നയിക്കുന്ന വളരെ മാതൃകായോഗ്യരായ കുറച്ച് പണ്ഡിതന്മാരും പ്രവർത്തകരുമൊക്കെയാണ് ആ സംഘടനയ്ക്കുള്ളത്. പക്ഷേ ഈ ലോകത്ത് ഒരു മിനിമം അസ്തിത്വമെങ്കിലും ഉണ്ടാകണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ രാഷ്ട്രീയം മാത്രമല്ല, മതവും അവസരങ്ങളുടെ കലയാണ്, സാധ്യതകളുടെ പരീക്ഷണമാണ്, പരീക്ഷണവേദിയാണ് എന്ന് ജമിയത്തുൽ ഉലമ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് അവരുടെ നവീനതയാർന്ന ഈ തിരുപ്പിറവി എന്നുള്ള പ്രയോഗം പോലും നമ്മളോട് പറയുന്നത്. ഇപ്പം ഈ തിരുപ്പിറവി എന്നുള്ള പ്രയോഗം നമ്മുടെ സഹോദര സമുദായക്കാരാണ് കൊണ്ടു നടക്കുന്നത്. അതിപ്പോൾ ജമിയത്തുൽ ഉലമ ഇങ്ങ് എടുത്തിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപി ഇങ്ങ് എടുത്ത പോലെ. ഏതായാലും അത് തരക്കേടില്ല. അങ്ങനെ പല ആളുകളുമൊക്കെ പലതുമൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ട്. അത് അടിസ്ഥാനപരമായി നേരത്തെ തന്നെ അത് കൊണ്ടു നടക്കുന്ന സമുദായങ്ങളിലെ ചില സഹോദരങ്ങൾക്ക് അതിൽ പിറുപിറുപ്പ് ഉണ്ടാകാറുമുണ്ട്. അതിൽപ്പെട്ടതാണ് ഓണവുമായി ബന്ധപ്പെട്ട മാവേലി എന്ന സങ്കല്പം. ആ മാവേലി ഞങ്ങളുടെ മുഹമ്മദ് അലി എന്നു പേരായ ഒരു കേരളം വാണിരുന്ന ഹാജിയാരാണ്. അതുകൊണ്ട് മമ്മാലി എന്ന മുഹമ്മദ് അലി സാഹിബ് ഞങ്ങളുടെ കൂടി ആളാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഒപ്പനയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ ഓണം തട്ടിയെടുക്കുന്നേ എന്ന് പറഞ്ഞ് വിലപിക്കാൻ കുറച്ച് ആളുകൾ മറുഭാഗത്തുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വിഷു എല്ലാവരുടെയും കാർഷിക ഉത്സവമാണ് എന്ന് പറഞ്ഞ് അതിനെ ശിർക്ക് വിമുക്തമാക്കി വ്യാഖ്യാനിക്കാനുള്ള ചില ശ്രമങ്ങൾ ചില ആളുകൾ നടത്തിയപ്പോഴും ഞങ്ങളുടെ വിഷുവിനെ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ്. അതുപോലെ ക്രിസ്മസ് ഞങ്ങളുടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മീലാദാണ്, മൗലിദാണ്, ജന്മദിനമാണ് എന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ ക്രിസ്മസ് തട്ടിയെടുക്കാനുള്ള ഈ നീക്കം ഞങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം കാട്ടിയവരും മറുവശത്തുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ
ഈ തിരുപ്പിറവി എന്നുള്ള പ്രയോഗം ഈ കൊല്ലം മുതൽ നമ്മുടെ ബഹുമാന്യരായ ഉലമാക്കളുടെ നേതൃത്വത്തിൽ അതിങ്ങോട്ട് എടുക്കുമ്പോൾ എന്താകും എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. ഏതായാലും എല്ലാവിധ നമോവാകവും നമ്മൾ ഇതിന് നേരുകയാണ്. തുടക്കത്തിൽ വഹാബികൾ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കും, അത് തുടക്കത്തിലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഷഹർ മുബാറക്ക് വന്നപ്പോൾ ഇവിടെ എന്തെല്ലാം ബഹളങ്ങളായിരുന്നു, ഇപ്പോൾ എല്ലാം അടങ്ങിയില്ലേ. അതുപോലെ റമദാനിൽ 27-ാം രാവിലെ മുട്ടിപ്പടിയിൽ സ്വലാത്ത് നഗർ തുടങ്ങിയപ്പോൾ ആ റമദാനിലെ 27-ാം രാവിലെ അവസാനത്തെ പത്തിൽ എഴുത്തിക്കാഫ് വയലിലേക്ക് മാറ്റുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളെ പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷെ ഇപ്പോൾ അതാരും പറയുന്നില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഒരു ഹുബ്സൈനിക്ക് മുട്ടുന്നത് പോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ടായാലും പിന്നീട് അതുമായിട്ട് അങ്ങ് ഒത്തുപൊക്കോളും. ഇപ്പം ഏതായാലും പറഞ്ഞു വരുന്നത് അതല്ല. ഈ റബിയുൽ അവ്വൽ ഈ ദുൽഖഅദിലേക്ക് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. കാരണം ഈ റമദാൻ കഴിഞ്ഞു, ശവ്വാലിൻ്റെ 6 നോമ്പും കഴിഞ്ഞ് പിന്നെ ഒരു ദുൽഖഅദിൻ്റെ നിൽപ്പ് ഏതാണ്ട് ഈ സായിദത്തായ മാ കടന്ന ഇന്ന പോലെയാണ്. സായിദത്തായ മാ കടന്ന ഇന്നയ്ക്ക് പിന്നെ ഇസ്മിന് നസ്ബും ഖബറിന് റഫ്ഉം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ നബിദിനാഘോഷം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ദുൽഖഅദ് കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ്ജയാണ്. അപ്പോഴേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യമാണ് ആളുകൾ പറയണത്. ഉളുഹിയ്യത്തിനെ പറ്റിയേ പറയാനുള്ളൂ, നബിദിനത്തെ പറ്റി അവിടെ ആരും പറയുന്നില്ല. അതുപോലെ മുഹറത്തിലേക്ക് കടന്നാൽ മൂസാ നബീനെ പറ്റിയാണ് പറയണത്. അപ്പോൾ മൂസാ നബിയുടെ ഇബ്രാഹിം നബിയുടെയൊക്കെ കാര്യം നോക്കാൻ വേറെ ആളുകളുമുണ്ട്. കാരണം അതെല്ലാം മറ്റ് സമൂഹങ്ങൾക്ക്, സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്ന മതങ്ങളിൽപ്പെട്ട മറ്റു മതക്കാർക്കും സമുദായക്കാർക്കും കൂടി അവകാശപ്പെട്ട പ്രവാചകന്മാരാണ് ഇബ്രാഹിം, അബ്രഹാം പ്രവാചകൻ, മൂസ, മോസസ് പ്രവാചകൻ, മോശ. അപ്പോൾ അതുകൊണ്ട് ഈ മുഹറം ആഘോഷം, അതുപോലെ തന്നെ ബലിപെരുന്നാൾ, ദുൽഹിജ്ജ മാസം 10 ബലിപെരുന്നാൾ, ഇതൊക്കെ ഈ പ്രവാചകന്മാരെ പൊതുവായി പങ്കുവയ്ക്കുന്ന സെമിറ്റിക് മതങ്ങളായ ക്രൈസ്തവർ, അതുപോലെ തന്നെ നമ്മുടെ ഡൽഹിയിൽ നമ്മുടെ കൊച്ചിയിൽ കുറച്ച് ജൂതന്മാരും കൂടി ബാക്കിയുണ്ട് എന്ന് കേൾക്കും. അപ്പോൾ അവരൊക്കെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പൊതുവായ കമ്മിറ്റി അതൊക്കെ കൊണ്ടാടുകയും ഈ തിരുപ്പിറവി ആഘോഷം നമ്മൾ കൂടുതൽ കെങ്കേമമായി ഈ മുഹറം തൊട്ട് തന്നെ നമ്മൾ അങ്ങ് ആഘോഷം, ഏറ്റവും കുറഞ്ഞത് മുഹറം തൊട്ടെങ്കിലും, കാരണം വേറെ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ 101 മൗലൂദ് എന്ന് പറയുന്ന ഒരു എണ്ണം നമുക്ക് തയ്ക്കാൻ പറ്റും. ഈ ദുൽഹിജ്ജ മാസത്തിലെ ബലിപെരുന്നാളും അതുപോലെ മുഹറം മാസത്തിലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്മരണകളുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും, അതിനു വേണ്ടിയിട്ട് നമ്മുടെ സൗദിയിലെ മുഹമ്മദ് ബിൻ സൽമാൻ ഉണ്ടാക്കിയ എബ്രഹാം എക്കോഡിൻ്റെ മാതൃകയിൽ ക്രിസ്ത്യാനിയായ ട്രംപിനെയും ജൂതനായ ബിനിയാമിൻ നെതന്യാഹുവിനെയും എല്ലാം ഉൾപ്പെടുത്തി എബ്രഹാം എക്കോഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ വഹാബിസത്തോട് വിട പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിലേക്ക് വന്ന നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാൻ്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ വഹാബി വിരുദ്ധനായ നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാനെ മാതൃകയാക്കിക്കൊണ്ട് ഈ ബലിപെരുന്നാൾ, ഉളുഹിയ്യത്ത്, മുഹറം പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ സെമിറ്റിക് ഇനത്തിൽപ്പെട്ട ഒരു പൊതുവേദിക്ക് വിടുകയും നമ്മൾ നേരത്തെ തന്നെ തിരുപ്പിറവി ആഘോഷത്തിൻ്റെ പരിപാടികളുമായിട്ട് മുന്നേറുകയും ചെയ്താൽ, ഞാൻ പറഞ്ഞു വന്നതുപോലെ മുഹറം 30 ദിവസം മൗലൂദ്, സഫർ 30 ദിവസം മൗലൂദ്, റബിയുൽ അവ്വൽ 30 മൗലൂദ്, പിന്നെ റബിയുൽ ആഖിർ 1 തൊട്ട് 11 വരെ മൗലൂദ് മതി. കാരണം 11ൻ്റെ അന്നാണ് ജീലാനി ദിനം. അപ്പോൾ എത്ര മൗലൂദായി? 101 മൗലൂദായില്ലേ. ചില പിശുക്കന്മാർ റബിയുൽ അവ്വൽ 1 മുതൽ 12 വരെയുള്ള മൗലൂദ് നടത്തി അവരവസാനിപ്പിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സലഫി വ്യവസ്ഥിതിയുടെ ആഗമനത്തെ നമുക്ക് തടുക്കാൻ കഴിയില്ല. നേരത്തെ പാടിയില്ലേ, നെഞ്ചത്ത് കൈകൾ കെട്ടുന്ന കാലം മൗലൂദ് റാത്തീബ് തീരെയില്ല, കുനൂത്ത് എങ്ങുമേ കേൾക്കാനില്ല, തറാവീഹ് 8 റക്അത്ത് മാത്രം എന്ന് പറയുന്ന ആ ഒരു സലഫിസത്തിൻ്റെ സമ്പൂർണവും സമഗ്രവുമായ സംസ്ഥാപനം
ഇവിടെ സാധ്യമാകുന്നതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 101 മൗലൂദ് എന്നുള്ള ഒരു ലക്ഷ്യം എങ്കിലും നമ്മൾ നേടേണ്ടതുണ്ട്. നമ്മുടെ ഈ പെരുമ്പാവൂർ ഭാഗങ്ങളിൽ 96 നോമ്പ് അനുഷ്ഠിക്കുന്ന ചില ആളുകളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യുകയും റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ. അപ്പോൾ റജബ് 30 ദിവസം നോമ്പ്, ശഅബാൻ 30 ദിവസം നോമ്പ്, പിന്നെ റമളാൻ 30 നോമ്പ്. അപ്പോൾ എത്രയായി? 90 നോമ്പായി. പിന്നെ ശവ്വാലിലെ 6, അപ്പോൾ 96. ഇങ്ങനെ നോമ്പ് പിടിക്കുന്ന ഒരു ത്വരീക്കത്തുകാർ നമ്മുടെ പെരുമ്പാവൂർ ഭാഗത്ത് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അനുഷ്ഠാന രംഗത്തുള്ള ഇത്തരം എല്ലാ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും സജീവതകളും ഞാൻ നേരത്തെ ഈ സലഫി വ്യവസ്ഥിതിയുടെ ആ ഒരു വാഗ്മയ ചിത്രം നമുക്ക് നൽകുന്ന ആ പാട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ആശയത്തിൻ്റെ സംസ്ഥാപനത്തെ തടുക്കുന്നതിനും ചെറുക്കുന്നതിനും തടുത്തു നിർത്തുന്നതിനും അതിനെതിരായ ശക്തമായ മതിൽ നിർമ്മിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ രംഗത്ത് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ഇന്നമൻ നസീഉ സിയാദത്തും ഫിൽ കുഫർ എന്നുള്ള ആയത്തൊക്കെ ആയിട്ട് വഹാബികൾ വരും. അതുപോലെ സുഹാബികൾ വരും. സുഹാബികൾ എന്ന് പറഞ്ഞാൽ സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വഹാബികൾ, അതൊരു പുതിയ കൂട്ടരാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, അതായത് കമ്മ്യൂണിസം നിലവിൽ വരുന്നത് ബൂർഷ ശക്തികളെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ്, മുതലാളിത്ത ജന്മിത്ത ശക്തികളെയൊക്കെ വിഭാടനം ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആത്യന്തികമായ അവസ്ഥയിലേക്ക് വരുന്നതെങ്കിലും പിന്നെ ആ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയിൽ ഒരു ന്യൂ ക്ലാസ്, ഒരു പുതിയ വർഗം ആവിർഭവിക്കുമെന്ന് നോം ചോസ്കി പറയുന്നുണ്ട്. അതുപോലത്തെ ഒരു സുന്നത്ത് ജമാഅത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു പുതിയ വർഗമാണ് ആര്? ഈ സുഹാബികൾ എന്ന് പറയും. ഈ സുഹാബികളും ഇതിനെയൊക്കെ എതിർക്കും, വഹാബികളും എതിർക്കും, മൗദൂദികളും എതിർക്കും. ആ എതിർപ്പിനെ ഒന്നും വകവയ്ക്കാതെ തിരുപ്പിറവി പോലെയുള്ള നവീനതയാർന്ന പരിപാടികളും പദ്ധതികളുമായി നമ്മൾ അനവരതം മികയ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും തിരുപ്പിറവി ആഘോഷത്തിന് വേണ്ടി കൂടുതൽ സജീവമായി, കൂടുതൽ കർമ്മനിരതരായി രംഗത്തിറങ്ങുക. അതാണ് പറയാനുള്ളത്.